എന്താണ് ഫുള്ളി ഓട്ടോമേഷൻ? ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ട വൻ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ ലോകത്ത് നമുക്കത് അത്യാവശ്യമാണ്. ആദ്യം നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ എന്താണെന്ന് കാണാം. ഇതാണ് ഗേറ്റ്. നമുക്കിവിടെ ഈ സ്വിച്ചിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. നമസ്കാരം, ഞാനൊന്ന് പുറത്ത് വന്നിട്ട് ഒന്ന് ഗേറ്റ് തുറന്നു തരാൻ പറ്റുമോ? ഇനി ഇതേ അത് പറഞ്ഞു, അവര് നമ്മളെ കാണുന്നു, ഗേറ്റ് ഓപ്പൺ ആവുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് ഇന്നാവുന്നു. വളരെ സിമ്പിളായിട്ട്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കി കാണാം. നമ്മളെ ഓട്ടോമാറ്റിക് ഗേറ്റിന്റെ ഇൻഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞത് നമുക്കത് കാണാൻ പറ്റും, ആരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കാണാം, കോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ചെയ്യും. കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതായിരിക്കും ഡിജിറ്റൽ ഡോർ ലോക്ക്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഫേസ് വെച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം, നമ്പർ ലോക്ക് ചെയ്യാം, നമ്മൾ ഫിംഗർ വെച്ചിട്ട് കൈകാര്യം ചെയ്യാം. ജസ്റ്റ് ഞാൻ പുറമെന്ന് ഒരാൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടു, നമ്മൾ സംസാരിക്കുന്നു, തുറക്കുന്നു. ഇതിപ്പോ ലോക്കായി. ഇനി അവിടുന്ന് ആരെങ്കിലും ഒന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കിതിൽ കാണാൻ പറ്റും, അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റും, ആരാണ് എന്ന് സംസാരിക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, തുറക്കുന്നു. ഞാൻ വേറെ സംഗതി കൂടി കാണിച്ചു തരാം. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ടച്ച് സ്വിച്ച് ആണ്. ഇതെന്ത് ചെയ്യാൻ പറ്റും, ഫോണുമായിട്ട് അലക്സയായിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. വേറെ അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ USB, Type-C, ഇതൊക്കെ ഫാസ്റ്റ് ചാർജറും കൂടിയാണ് കേട്ടോ. ഫുള്ളി ഓട്ടോമാറ്റിക് സ്വിച്ചുകളെ കുറിച്ച് ഞാൻ വേറെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഒന്ന് ഓണാവുന്നുണ്ട് നോക്കാം. നമുക്ക് ഒന്നിങ്ങനെ ഫുൾ സ്വിച്ചിനെ അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈറ്റ്, ഫാന് സംവിധാനങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ഓണാക്കാൻ പറ്റും. ഇതിൽ വേറെ ഒന്ന് എടുത്ത് പറയേണ്ട നമ്മൾ കേട്ടനിങ് ആണ്. കേട്ടൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമുക്ക് ഓട്ടോമാറ്റഡ് കേട്ടൻ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ കേട്ടനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഒക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ആപ്പിൽ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ അലാം സിസ്റ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇപ്പൊ വരുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലാം സിസ്റ്റം ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൊബൈലിൽ അലാം നമ്മളിവിടെ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് അലാം സിസ്റ്റം, അലാമിൽ ഞെക്കിയെന്ന് വിചാരിക്കുക. എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളോട് അനുമതി ഇല്ലാണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കണ്ട അലാം അടിക്കുന്നു, അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മളിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ സ്റ്റെയർ ഇങ്ങനെ കയറുകയെന്ന് വിചാരിക്കും. സ്റ്റെയർ കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് നല്ല ഇതല്ലേ, എല്ലാം ഓരോന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു സംഗതി എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിന്നാലും നമുക്ക് വൈഫൈ കിട്ടും. വൈഫൈ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ളതാണല്ലോ. അതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റമാണ് അത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ നിന്നാലും നമ്മളെ ഈ വീടിൻ്റെ ഏത് മൂല നിന്നാലും നമുക്ക് വൈഫൈ എന്ത് ചെയ്യും, വളരെ ഫുൾ റേഞ്ചിൽ കിട്ടും എന്നുള്ളതാണ് വേറെ സവിശേഷതയുണ്ട്. ഇതെന്താണെന്നറിയോ, ഇതൊരു ഹീറ്റ് പമ്പാണ്. ഇത് ഇവിടെ മൊത്തം സോളാറിലാണ്. ഇവിടെ സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. AC-യുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിനെ ചുടുവെള്ളമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഫുള്ളി സെൻട്രലൈസ്ഡ് ആണ്. എല്ലാ റൂമിലേക്കും എന്ത് ചെയ്യും, വെള്ളം കിട്ടും. അതുപോലെ തന്നെ 5 യൂണിറ്റ് വൈദ്യുതി വേണ്ടടുത്ത് ഇത് വെറും 1 യൂണിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കുകയുള്ളൂ. എൻ്റെ പുറകോശം കാണുന്ന ഈ ടാങ്കിലെ ഒരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്യില്ല, വേസ്റ്റ് ആയി പോവില്ല. കാരണം അത് വാട്ടർ ലെവൽ കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം പോവാത്ത രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കറണ്ട്, അല്ലേ, നമുക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും. ഇതേപോലെ യൂണിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ടിന്റെ ആവശ്യമില്ല, എല്ലാം സെറ്റാണ്. ഇപ്പൊ ഈ വീട് മുഴുവൻ ഓടുന്നത്, ഈ ഇപ്പൊ കാണിച്ച ഗേറ്റ്, ഫാന്, എന്തും ഫുള്ളി അതൊക്കെ ഓടുന്നത് ഈ ഒരു ഹൈബ്രിഡ് സോളാറിലാണ് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് സോളാറിന്റെ. ഇത് കാണുന്നത് സോളാർ സ്പ്രിംഗ്ലർ ആണ്. കണ്ട, വെള്ളം വരുന്നു, അതെന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലീൻ ആക്കുന്നു. ഇതാണ് ഇതിന്റെ വേറൊരു സംഗതി. നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യും. ചളിയൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് പൊടിയും ചളി ഉണ്ടായിരുന്നു, അതൊക്കെ എന്തായി, ക്ലീനായി സെറ്റായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഇതിൽ വരുന്നത്,
ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സോളിനോഡ് വാൾവ് എന്ന് ഇതിന് പറയുന്നത്. ഇത് മാനുവലി വർക്ക് ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാ വെള്ളം ഇതെന്ത് ചെയ്യാൻ പറ്റും, വെള്ളം അങ്ങനെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ പഠിക്കാം, എളുപ്പത്തിൽ ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ബെൽസൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുക.